വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നല്ലതിനും ചീത്തതിനും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ജനോപകാരപ്രദമാകുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ജനങ്ങളെ ദ്രോഹിക്കാനാണ് ആളുകൾ ഈ മാർഗം സ്വീകരിക്കുന്നത്. ഇന്ന് ഒരു കുടുംബത്തിൽ ഒരു വ്ളോഗറോ ഒരു യൂട്യൂബറോ ഉണ്ടെന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് വേണം, മനസ്സിലാഗ്രഹിക്കുന്ന അത്രയും വ്യൂവേഴ്സ് വേണം, കൂടുതൽ വരുമാനമുണ്ടാക്കാൻ അത്രയധികം വാച്ച് അവേഴ്സും വേണം. ഈ ഘടകങ്ങളെല്ലാം ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും പലരും വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത് എന്ന് മാത്രം. ഈ അടുത്തിടെ ആസ് വൈബ്സ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇപ്രകാരമായിരുന്നു: രോഗം സ്ഥിരീകരിച്ചു, ദുൽഖറിന്റെ നില അതീവ ഗുരുതരം. ഉദ്യോഗജനകമായ വാർത്ത ഞാൻ കണ്ടു. ഏതൊരു മനുഷ്യനും അത്തരം വാർത്ത എത്ര സമയം എടുത്തും ഒന്ന് കാണും. നിങ്ങളും ആ വാർത്ത ഒന്ന് കാണുക. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ച് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് നടൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ. തെലുങ്കിലെ ലക്കി ഭാസ്കർ ആണ് ഇനി പുതിയതായി ഇറങ്ങാനുള്ള ദുൽഖറിന്റെ ചിത്രം. ഇത്രയും നാൾ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ ദുൽഖർ. സിനിമയിൽ എനിക്ക് കുറച്ച് ഇടവേള എടുക്കേണ്ടതായി വന്നു. അത് ആരുടെയും തെറ്റല്ല. അതുകൊണ്ട് തന്നെ നിരവധി നല്ല കഥാപാത്രങ്ങൾ എന്നെ വിട്ടു പോകുകയും ചെയ്തു. മാത്രമല്ല, തനിക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദുൽഖർ ഇപ്പോൾ മനസ്സ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു സിനിമ മാത്രമാണ് താൻ ചെയ്തത്. അത് പക്ഷേ എന്റെ തെറ്റാകാം. തന്റെ ആരോഗ്യം താൻ ശ്രദ്ധിച്ചില്ലെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു. ദുൽഖർ സൽമാൻ സിനിമയിലെത്തി 13 വർഷമായെങ്കിലും ഇതുവരെയും 43 ചിത്രങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ദുൽഖർ തുറന്നു സംസാരിച്ചത്. ലക്കി ഭാസ്കറിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിലായിരുന്നു ദുൽഖറിന്റെ ഈ വെളിപ്പെടുത്തൽ. തമിഴ്, മലയാളം, തെലുങ്കു എന്നീ 3 ഭാഷകളിലാണ് ലക്കി ഭാസ്കർ പ്രദർശനത്തിനെത്തുന്നത്. ആരോഗ്യമെല്ലാം നല്ല പോലെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ കമന്റുകളുമായി രംഗത്തെത്തുന്നത്. ഏതൊരു മനുഷ്യനും സശ്രദ്ധയോടെ നിറഞ്ഞ ആകാംക്ഷയോടെ ഇത്തരം വാർത്തകൾ മുഴുവൻ കാണും. ഇത്ര ചെറുപ്പത്തിലെ ആ പാവത്തിന് എന്തുപറ്റി എന്ന നിലയിൽ ഞാനും ആ വാർത്ത മുഴുവൻ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്, അവിടെയൊക്കെ കയ്യിൽ കിട്ടിയാൽ തിളച്ചെണ്ണ വായിലൊടിച്ച് ഇനി ഇതുപോലെയുള്ള കാര്യം പുറത്തു പറയാൻ കഴിയാതാക്കണമെന്ന്. അവൾ പറയുന്ന കാര്യവും ടൈറ്റിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്താണ് ദുൽഖറിന്റെ മാരക രോഗമെന്നോ എന്തസുഖം കൊണ്ടാണ് ദുൽഖർ ഇത്രയധികം പ്രയാസപ്പെട്ടതെന്നോ ആർക്കും അറിയില്ല. ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്ന മാനസിക അസ്വസ്ഥങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ദുൽഖറിനും ഉണ്ടായേക്കാം. അതിനെയൊക്കെ വളച്ചൊടിച്ച് ഉദ്യോഗജനമാവുന്ന രീതിയിലേക്ക് വക്രീകരിക്കാനുള്ള കഴിവ് ചിലർക്ക് കൂടുതലാണ്. ആരോഗ്യമുള്ള മനുഷ്യനെ രോഗിയാക്കാനും ജീവനുള്ളവരെ ജീവനോടെ കുഴിച്ചിടാനും ഇത്തരക്കാർക്കുള്ള കഴിവ് അപാരമാണ്. ഇവിടെ തന്നെ നോക്കൂ, ആ ടൈറ്റിൽ വായിച്ചാൽ നമുക്ക് തോന്നും ദുൽഖർ ഈ ലോകത്തോട് വിട പറയാൻ ഇനി മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാര്യം ഉള്ളിയൊരിക്കുന്നത് പോലെ ഉള്ളുവെന്ന് മനസ്സിലാകുന്നത്. പെരുപ്പിച്ച് കാണിച്ച ഈ വങ്കത്തരം 2 ആഴ്ചക്കുള്ളിൽ കണ്ടത് 3 ലക്ഷത്തിലധികം ആളുകളാണ്. അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും. എന്തിനാണ് ഇങ്ങനെ റീച്ചും വ്യൂസും കൂട്ടാൻ ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്നത്, ആളുകളെ സ്വഭാവഹത്യ ചെയ്യുന്നത്? അടുത്തിടെ സലീം കുമാറിന്റെ ഒരു പ്രസംഗം കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, 15 തവണയെങ്കിലും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും എല്ലാം ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന്. നിൽക്കുമ്പോൾ ഏകദേശം 15ഓളം പ്രാവശ്യം ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെയോ എന്നെ കൊന്നിട്ടുണ്ട്. എനിക്കൊരു അസുഖം പിടിച്ചപ്പോൾ 15 പ്രാവശ്യം ആളുകളൊക്കെ ഒരു വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ എൻ്റെ 16 അടിയന്തരം നടത്തി. അങ്ങനെ സ്വന്തം മരണം കണ്ട് സ്വന്തം കണ്ണുകളിപ്പോയ ഒരാളാണ് ഞാൻ. അൽ സലീം കുമാർ. ഇപ്പോൾ ലാസ്റ്റ് കണ്ട അൽ കമലാസനം പോലെ അങ്ങനെ അൽ സലീം കുമാറാണ് ഞാൻ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നെനിക്കറിയില്ല. ഒരു സുഖമാണത്. വല്ലവരെയും കൊല്ലുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അന്യൻ്റെ ദുഃഖത്തിൽ ഒരു വലിയൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മാമുക്കയെ, കൊച്ചിൻ ഹനീഫയെ, ജഗദീശനെ, അങ്ങനെ പല പ്രമുഖരുടെയും 16 അടിയന്തരം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള മീഡിയകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സുഖത്തിനു വേണ്ടി, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ആളുകളെ ജീവനോടെ ചുട്ടുകൊല്ലുന്നതും സ്വഭാവഹത്യ നടത്തുന്നതും നല്ലതല്ല.
ആ സമയം നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നേക്കാം. ഇതുപോലെ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാതെ അവഗണിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ആരെയും വേദനിപ്പിക്കാതെ ചെറിയ ചെറിയ എക്സാജറേഷനുകൾ ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള വൈകൃതങ്ങൾ, ഇതുപോലുള്ള വികൃതികൾ വളരെ ക്രൂരമാണ്. ചില വീഡിയോകൾ കാണാം, അവരുടെ തംബ്നെയിലിൽ ജീവിച്ചിരിക്കുന്ന പല പ്രമുഖരുടെയും ഫോട്ടോകൾ. എന്നിട്ട് അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും, ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത പ്രഗത്ഭർ, അല്ലെങ്കിൽ നടിമാർ, അല്ലെങ്കിൽ നടന്മാരെന്ന്. നമ്മൾ മരിച്ചതായി കേട്ടിട്ട് പോലുമില്ലാത്ത പലരുടെയും ഫോട്ടോകൾ മരിച്ചവരുടെ കൂട്ടത്തിൽ കാണുമ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ നമ്മൾ സമയം കണ്ടെത്തും. കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുക, മരിച്ചവരുടെ കൂട്ടത്തിൽ കണ്ട പലരുടെയും പേരുകൾ അതിൽ പ്രതിപാദിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല എന്ന്. എല്ലാം ഒരു തരം ക്രൂര വിനോദം, അത്രമാത്രം.